കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കരച്ചിലുകൾ മാത്രമാണ് കേൾക്കുന്നത്. എങ്ങും നിലയ്ക്കാത്ത കരച്ചിലുകളാണ്. റോഡ് അപകടങ്ങളുടെ വാർത്തകൾ തുടർച്ചയാവുകയാണ്. ഇപ്പോൾ നമ്മൾ പാലക്കാട്ടെ അപകടത്തിൻ്റെ ആ വേദനയിലാണ്. അതിന് തൊട്ടു മുൻപ് ആലപ്പുഴയിലെ MBBS വിദ്യാർത്ഥികളുടെ മരണം നമ്മൾ കണ്ടതാണ്. അതിനൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ഈ അപകടങ്ങളൊക്കെ നടക്കുന്ന അതേ ദിവസങ്ങളിൽ തന്നെ വിവിധ ഇടങ്ങളിൽ ഒരാളും രണ്ടുപേരും ഒക്കെ മരിച്ച് എത്ര അപകട വാർത്തകളാണ്. പലരും പരിക്കേറ്റ് ആശുപത്രിയിലായതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പാലക്കാട്ടെ അപകടവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിവരത്തിലേക്ക് കൂടി ഒന്ന് പോകാമെന്ന് തോന്നുന്നു. പിന്നീട് നമുക്ക് പാനലിസ്റ്റുകളിലേക്കും എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ മരണത്തിന് ഇടയാക്കിയ അപകടവുമായി ബന്ധപ്പെട്ട് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് നാളെ സമർപ്പിക്കുമെന്നാണ് അവിടെ നിന്നുള്ളൊരു പുതിയ വിവരം. റോഡിന്റെ അപാകത പരിഹരിക്കാനാണ് സംയുക്ത പരിശോധന നടത്തിയത്. ഗോകുൽ VS നൽകും ആ വിവരങ്ങൾ. പനയമ്പാടത്തെ അപകട വളവിൽ അപകടം നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള നടപടികൾ ഒരുക്കുകയാണ്. ഇപ്പോൾ താൽക്കാലിക സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നത് നമുക്ക് കാണാം. ഈ ഡിവൈഡറുകളിൽ വെള്ളം ഒഴിക്കാൻ ഫയർഫോഴ്സ് ഇപ്പോൾ വെള്ളം നിറച്ച് ഇത് പൂർണ്ണമായും ഒരുക്കുകയാണ്. ഇതാണ് ആദ്യഘട്ടമായി ഇവിടെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട അപകടം ഒഴിവാക്കാനുള്ള ഒരു നടപടി. അതോടൊപ്പം തന്നെ കൂടുതൽ പരിഹാര മാർഗങ്ങൾ വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ഥിരം മീഡിയേറ്റർ ഇതിനു ശേഷം സ്ഥാപിക്കും. റോഡിന്റെ മിനുസമുള്ള ഭാഗങ്ങൾ പരുക്കനാക്കും. കൂടുതൽ റോഡ് സ്റ്റണ്ടുകൾ സ്ഥാപിക്കും. സ്ലീപ്പർ ലൈനുകൾ നിർമ്മിക്കും. അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഇവിടെ നടപ്പാക്കേണ്ട മാറ്റങ്ങളിൽ പെടുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള പല പരിഷ്കാരങ്ങളാണ് ഈ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. പിന്നീട് ഇന്ന് ഈ വിദഗ്ധ സമിതി ഇന്നലെ ഇവിടെ പരിശോധന നടത്തിയ വിദഗ്ധ സമിതി ഇന്ന് മീറ്റിങ്ങുകൾ ചേരും. അതിനുശേഷം നാളെ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ വരുത്തേണ്ട ശാശ്വതമായ മാറ്റങ്ങൾ, എന്തൊക്കെ ശാശ്വതമായ മാറ്റങ്ങൾ വരുത്തണം, റോഡിന്റെ അലൈൻമെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. പിന്നീട് സർക്കാരിന്റെ ഒരു വിലയിരുത്തലിന് ശേഷമായിരിക്കും അത് നടപ്പാക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുക. ഈ ഡിവൈഡറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപകടം കുറയും. ഈ പ്രദേശത്ത് അപകടം കുറയാൻ സാധ്യതയുണ്ട്. കാരണം പറഞ്ഞാൽ വണ്ടികൾക്ക് വളരെ സ്ലോവിലല്ലേ പോകാൻ സാധിക്കുള്ളൂ. മറ്റേത് ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്തു പോകുമ്പോൾ അവിടുന്ന് വരുന്ന വണ്ടിക്കാണ് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ബ്രേക്കിൽ കാല് വയ്ക്കുമ്പോഴാണ് വണ്ടി തെന്നിപ്പോണത്. റോഡിന്റെ സംവിധാനം കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പെർമനന്റ് ഡിവൈഡർ മറ്റേത് വെക്കണം, സിമെന്റിന്റെ. ഇത് വണ്ടിക്കാർ വന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ഇന്നലെ വൈകിട്ടൊക്കെ ഇത് ഇവിടെ ഇരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലീസുകാർ ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്നു, പെട്രോളിംഗ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വണ്ടിക്കാർ അടിച്ചു പോകുന്നത് എന്തായാലും. ഒന്നാമത് ഈ റോഡിന്റെ അലൈൻമെന്റേ ശരിയല്ല, അലൈൻമെന്റേ തെറ്റാണ്. ഫസ്റ്റ് അവിടുന്ന് ഇത് ആ ടേണിംഗ് എല്ലാം നൂർത്തി വരേണ്ടതാണ്. അതൊന്നും ചെയ്യാതെ എന്താ പറയുക, അങ്ങനത്തെ അവസ്ഥയാണ്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള താൽക്കാലിക പരിഹാരത്തിന് വേണ്ടിയുള്ള മുൻകരുതലുകളാണ് ഇവിടെ സ്വീകരിക്കുന്നത്. കൂടുതൽ ബോർഡുകൾ സ്ഥാപിക്കുക, അത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് തോന്നുന്നത്, മനസ്സിൽ എനിക്കിപ്പോൾ തോന്നുന്ന ഒരു 4 ദിവസം മുൻപ് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ 4 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേനെ എന്നാണ്. മൽഗോഷ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. റോഡിന്റെ അപാകതയാണ് പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ ജീവൻ. 4 വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണ്, 13 വയസ്സ്. എൻ്റെ മൂത്ത മോള് 8ാം ക്ലാസ്സുകാരിയാണ്. അവളുടെ പ്രായത്തിലുള്ള 4 കുട്ടികളാണ്. MBBS വിദ്യാർത്ഥികൾക്ക് അവർക്ക് എത്ര വയസ്സ് വരും? ഒരു 17-18 വയസ്സുള്ള 5 പേരാണ് അല്ലെ? 5 പേരാണ് അവിടെ ജീവൻ നഷ്ടമായത് ആലപ്പുഴയിൽ. അങ്ങനെ ഞെട്ടിക്കുന്ന ഒട്ടേറെ വിവരങ്ങൾ. എത്ര കുടുംബങ്ങൾക്കാണ് അവിടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഈ റോഡ് അപകടങ്ങളിലൂടെ നഷ്ടമാകുന്നത്. അതെ, ഇപ്പൊ ഈ റോഡിൽ തന്നെ താൽക്കാലിക ഡിവൈഡർ സംവിധാനം സ്ഥാപിക്കുന്നെന്ന് പറയുന്നു. പക്ഷേ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് അത് ഇടിച്ചു കളയും വാഹനം എന്ന് പറയുന്നു. മാത്രമല്ല അതിൽ തട്ടി ആ ഡിവൈഡർ മറിഞ്ഞു വീഴുകയാണെങ്കിൽ മറ്റ് അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ശ്രീ പത്മകുമാർ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ പത്മകുമാർ, ഈ റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകൾ സമീപകാലത്ത് നടക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഈ വലിയ 2 അപകടങ്ങൾ ഉണ്ടായത് പകലാണ്. പക്ഷേ രാത്രി മാത്രമല്ല, രാത്രിയിൽ ഉറക്കമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവെക്കുന്നതെന്നാണ് പൊതുവിൽ നമ്മൾ കരുതാറ്. ഉറങ്ങിപ്പോകുന്നു, വാഹനം പോയി മറ്റെവിടെയെങ്കിലും ഇടിച്ചു കയറുന്നു, അല്ലെങ്കിൽ മറ്റു വാഹനത്തിലിടിക്കുന്നു. ഇപ്പോൾ ഇന്ന് പത്തനംതിട്ടയിലെ അപകടത്തിന്റെ പ്രാഥമികമായ വിവരങ്ങളെല്ലാം അത് ഉറക്കം വില്ലനായി മാറി. അങ്ങനെയാണ് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ജീവൻ നഷ്ടമായത് എന്നാണ് മനസ്സിലാകുന്നത്. റോഡിന്റെ ഒരു സാഹചര്യം നമ്മൾ കരിമ്പയിൽ കണ്ടത് റോഡിന്റെ അനാസ്ഥയാണ് കണ്ടത്. പക്ഷെ ഇവിടെ റോഡ് നല്ല റോഡാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നല്ല റോഡ് വരുമ്പോഴും ആളുകൾ വാഹനം കൃത്യമായ രീതിയിൽ ഓടിക്കാതെ അമിത വേഗം എടുക്കുന്നു എന്നൊരു കാര്യവും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു അപകടങ്ങൾ രണ്ടും തട്ടിച്ചു നോക്കുമ്പോൾ എന്താണ് സാറിന് പറയാനുള്ളത്? റോഡ് അപകടങ്ങളെ നമ്മൾ വൈദ്യശാസ്ത്രം കാണുന്നത് ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ടാണ്. നമ്മൾ മറ്റു പല പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നത് പോലെ, ഇപ്പൊ കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് പോലെ റോഡ് അപകടങ്ങൾ എന്ന് പറയുന്നതും ഒരു പബ്ലിക് ഹെൽത്ത് ഹസാർഡാണ്.
അപ്പോൾ ഒരു പൊതുജനാരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് 3 ഘടകങ്ങളുണ്ട്. ഏജന്റ് ഉണ്ട്, ഹോസ്റ്റ് ഉണ്ട്, എൻവയോൺമെന്റ് ഉണ്ട്. ഈ 3 ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഒരു പൊതുജനാരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ ഏജന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന വാഹനങ്ങളാണ്. ഹോസ്റ്റ് എന്ന് പറയുന്നത് ഈ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡ്രൈവർമാരും മറ്റു വ്യക്തികളുമാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാകാൻ റേഞ്ചിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. ഡോക്ടർ പത്മകുമാറാണ് സംസാരിച്ചുകൊണ്ട്. ശ്രീ സന്തോഷ് ബാബു, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ ഇപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു വന്നത് ഒരു പൊതുജനാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ ഒരു പകർച്ചവ്യാധിയായി എന്നാണ്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഈ അതിർത്തിയിൽ യുദ്ധത്തിൽ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പേർ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നു എന്ന കണക്ക് എപ്പോഴും ഇങ്ങനെ സാധാരണ പലപ്പോഴും ഈ അപകടങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളത് വായിക്കുമ്പോഴൊക്കെ കാണാറുണ്ട്. ഇപ്പോഴുണ്ടാകുന്ന ഈ അപകടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ റോഡുകളിൽ എന്തെങ്കിലും പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ട് ഈ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഹലോ, കേൾക്കാമോ? അങ്ങേക്ക് കേൾക്കാമെങ്കിൽ പറയാം. കേൾക്കാം എനിക്ക് കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. നമസ്കാരം. ഹലോ, ഈ KSRTC ഡ്രൈവറായാണല്ലോ താങ്കൾ പ്രവർത്തിക്കുന്നത്. ഈ KSRTC ബസ്സുകൾ മാത്രമല്ല, സ്വകാര്യ വാഹനങ്ങളുടെയും ഒക്കെ അപകടത്തിന്റെ വിവരങ്ങൾ നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. പലതും റാഷ് ഡ്രൈവിംഗ് ആണ് എന്നതൊക്കെ പറയുന്നുണ്ട് എങ്കിലും റോഡിന്റെ കണ്ടീഷൻ കൂടി ഒരു പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നില്ലേ ഇത്തരം അപകടങ്ങളിൽ? തീർച്ചയായും റോഡിന്റെ ശോചനീയമായ അവസ്ഥയും അല്ലെങ്കിൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ രീതികളുമാണ് ഈ രീതിയിലേക്ക് അപകടത്തെ കൊണ്ട് ക്ഷണിച്ചു വരുത്തുന്നത്. പിന്നെ ഇരുചക്ര വാഹനങ്ങളായിക്കോട്ടെ, മുച്ചക്ര വാഹനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കാറുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു അതെല്ലാം വരുന്നത് ഒരു വല്ലാത്ത ഒരു അപകടം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ട്രാഫിക് സിഗ്നലുകളെയോ അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങളെയോ ഒന്നും പരിപാലിക്കപ്പെടാതെയാണ് വരുന്നത്. ഒന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പൊ മറ്റേ റോഡുകളുടെ നിർമ്മാണം എന്ന് പറയുമ്പോൾ പെഡസ്ട്രിയൻ ക്രോസുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റ് ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് പോകാനുള്ള സെപ്പറേഷൻ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഈ അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഹലോ, ഇപ്പോൾ ഈ രാത്രിയിലൊക്കെ വാഹനം ഓടിക്കേണ്ടി വരുമ്പോൾ വളരെ എക്സ്ട്രാ ശ്രദ്ധ വേണമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ രാത്രിയിൽ റോഡ് ചിലപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും, മറ്റു വാഹനങ്ങൾ ഉണ്ടാകില്ല, വളരെ വേഗത്തിൽ പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. താങ്കളുമൊക്കെ KSRTC ബസ്സും മറ്റും ഓടിക്കുമ്പോൾ രാത്രിയിൽ ഏതൊക്കെ ഇടങ്ങളിൽ അപകട സാധ്യതയുണ്ട് എന്നത് നേരത്തെ മനസ്സിലാക്കാറുണ്ടോ? അത്തരം മുന്നറിയിപ്പ് ബോർഡുകളുണ്ടോ? ഇപ്പോൾ പത്തനംതിട്ടയിലെ അപകടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയത് കൊണ്ടുണ്ടായ അപകടം എന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രിയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ പ്രത്യേകമായി ഇത്തരം അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം ആണ്? സ്ഥിരമായി ഓടിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി പോകുന്ന റൂട്ടുകളാണെങ്കിൽ നമ്മൾക്കറിയാം, ഈ ഞങ്ങളുടെ പാലക്കാടൻ ഭാഷയിലൊക്കെ പറയുമ്പോൾ ആമയുടെ പുറം പോലുള്ള റോഡുകൾ അപകട സാധ്യത ക്ഷണിച്ചു വരുത്തും. കട്ടറുകൾ, ഹമ്പുകൾ, അങ്ങനെയുള്ള, ഇല്ലെങ്കിൽ നമ്മളുടെ ഈ മഴച്ചാലുകൾ കുഴിക്കുക, പൈപ്പ് ലൈൻ കുഴിക്കുക, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അറിയില്ല. അത് ചാടുമ്പോഴുണ്ടാകുന്ന അപകടം റോഡുകളുടെ, ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു റോഡ് പക്കയായിരിക്കും, പക്ഷെ തിരിച്ചു വരുമ്പോൾ അവിടെ പൊട്ടിപ്പൊളിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾക്കത് ശ്രദ്ധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവും. പിന്നെ ഉറക്കമാണ് വേണ്ടത്, റെസ്റ്റാണ് വേണ്ടത്. അതുണ്ടാവാറില്ല. പിന്നെ മദ്യം, മയക്കുമരുന്ന് പോലുള്ള വസ്തുക്കൾ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതാണ്. രാത്രികാലങ്ങളിൽ ഡ്രൈവിംഗ് അല്ലെങ്കിൽ പകൽ ഡ്രൈവിങ്ങിന് എന്തായാലും ഈ സംവിധാനം പാടില്ല. കടുത്ത ക്ഷീണത്തിൽ നമ്മളൊന്നും ഒരിക്കലും ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ്. പക്ഷെ ഞങ്ങൾ KSRTC പോലുള്ള സംവിധാനത്തിൽ അത് നിവർത്തിയില്ല, അത് ചെയ്തേ മതിയാവും. KSRTCയിലെ പല അപകടങ്ങളും ഉണ്ടാകുന്നത് ക്ഷീണമാണ്, സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. പുലർച്ചെ 3 മണിക്കും 2 മണിക്കും ഒക്കെ എണീറ്റ് ഞങ്ങൾ 470-500 കിലോമീറ്റർ തനിയെ ബസ് ഓടിച്ച് തിരിച്ച് ഞങ്ങൾ വരുന്നത് രാത്രി 12 മണിക്കും 1 മണിക്കാണ്. ഞങ്ങൾക്ക് ഇതിനിടയിൽ 1 മിനിറ്റ്, ചിലപ്പോൾ അരമണിക്കൂർ പോലും റെസ്റ്റ് കിട്ടാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും. അത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ. അപ്പൊ റെസ്റ്റ് ആണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അതുപോലെ പുകയില, മദ്യപാനം വളരെ പ്രധാനപ്പെട്ടാണല്ലോ. ഇപ്പോൾ ലോങ് റൂട്ടിലൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ KSRTCയിലൊക്കെ KSRTCയിൽ എന്തുകൊണ്ടാണ് അതിനൊരു പരിഹാരമില്ലാതെ പോകുന്നത്? ഇങ്ങനെ നിരന്തരമായി വാഹനം ഒറ്റയ്ക്ക് ഓടിക്കേണ്ടി വരും, അതും ഇത്രയും യാത്രക്കാരുമായാണ്. എന്തുകൊണ്ടാണ് അത് ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോകുന്നത്, അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്?
ഞങ്ങളത് അറിയുന്നുണ്ട്. ഞങ്ങൾ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഈ സംവിധാനം വേണം, DC സംവിധാനം വേണം, ഡ്രൈവർ കം കണ്ടക്ടർ എന്നുള്ള സംവിധാനം വേണം ലോങ് റൂട്ടുകളിൽ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ചെവികൊള്ളാൻ സർക്കാരോ മാനേജ്മെന്റോ തയ്യാറാവുന്നില്ല. ഇപ്പോൾ സ്വിഫ്റ്റിൽ DC സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ യാതൊരു കാരണവശാലും അത് KSRTCയിൽ നടപ്പിലാക്കുന്നില്ല. KSRTCയും സ്വിഫ്റ്റും രണ്ടാണ്. ഞങ്ങൾ സ്വിഫ്റ്റിലേക്ക് ഞങ്ങളെ നിയമിക്കുമ്പോൾ ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറുമായിട്ടാണ് നിയമിക്കുന്നത്. പക്ഷേ സ്വിഫ്റ്റിലാണെങ്കിൽ അത് DC ആയിട്ടാണ് പോകുന്നത്. ഞങ്ങളെ യാതൊരു വിധത്തിലും പരിഗണിക്കപ്പെടുന്നില്ല. ഒരു മാനുഷിക പരിഗണന ഞങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങൾക്ക് സമ്മർദ്ദമാണ്. വാഹനം ഓടിക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കണം. ഉറക്കം വരികയാണെങ്കിൽ ഒരു ചായ കുടിക്കണം, അല്ലെങ്കിൽ ഒന്ന് വാഹനം നിർത്തി അല്പനേരം വിശ്രമിക്കണം, ഉറങ്ങണം എന്നൊക്കെ പറയുന്നു. പക്ഷേ KSRTCയിലെ സ്ഥിതി ഇതാണ്. ഉറങ്ങാൻ പോലും കഴിയാതെ വലിയ ക്ഷീണത്തിൽ വാഹനം ഓടിക്കേണ്ടിരുന്നു. പൊതുജനങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് പത്തനംതിട്ടയിലുണ്ടായിരിക്കുന്ന അപകടത്തിൽ അത് ഉറക്കമാണ് പ്രധാനപ്പെട്ട വില്ലൻ എന്നതാണ്. അപ്പോൾ രാത്രി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകമായി പലതും ശ്രദ്ധിക്കണം. നമുക്ക് ഡോക്ടറിലേക്ക് നമുക്ക് ഒന്നുകൂടി പോവാം. ഡോക്ടർ, പലപ്പോഴും ഈ ഉറക്കം വില്ലനായി മാറുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് രാത്രികാലങ്ങളിൽ വാഹനം ഒരു സമയം കഴിഞ്ഞാൽ ഓടിക്കരുത്, ചെറുതായിട്ടെങ്കിലും ഉറക്കം വന്നാൽ കൂടി വാഹനം നിർത്തിയിട്ട് ശേഷം ഉറങ്ങണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഇത് പൊതുവെ ആരും ശ്രദ്ധിക്കാറില്ല. കുറച്ചു ദൂരം കൂടിയല്ലേ ഉള്ളൂ വീടെത്താൻ, ഇനിയിപ്പോൾ അങ്ങ് പോവാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമുക്കിടയിൽ കൂടുതലാണ്. അപ്പൊ ഈ ഉറക്കം വില്ലനാകുമ്പോൾ ആളുകളോട് കൂടുതൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അല്ല, തീർച്ചയായിട്ടും ഡ്രൈവിംഗ് നടത്തുമ്പോൾ നമുക്ക് ഉന്മേഷത്തോടു കൂടി പെട്ടെന്ന് തീരുമാനമെടുക്കണമെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് ഉണ്ടാകണം. അത് ഉണ്ടാകുന്നത് ഉറക്കത്തിലൂടെയാണ്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട KSRTC സുഹൃത്ത് പറഞ്ഞതുപോലെ വെളുപ്പിനെ 3 മണിക്കും 2 മണിക്കും ഒക്കെ എഴുന്നേറ്റ് പെട്ടെന്ന് ദീർഘദൂരം ഓടുക എന്നൊക്കെ പറയുമ്പോൾ, വണ്ടി ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഉറക്കം വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല, അത് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ റോഡ് അപകടങ്ങളെ വൈദ്യശാസ്ത്രം കാണുന്നത് ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ടാണ്, പബ്ലിക് ഹെൽത്ത് ഹസാർഡായിട്ടാണ്. അതിനകത്ത് ഈ പറയുന്ന ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ്, ഈ പറയുന്ന 3 ഘടകങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് 3ഉം കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ആരോഗ്യ പ്രശ്നത്തെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഇപ്പൊ പറഞ്ഞു വന്ന കാര്യം, ഈ ഡ്രൈവർമാരുടെ ആരോഗ്യ പരിശോധന, ഒരു വാർഷിക വൈദ്യ പരിശോധന നമ്മൾ തീർച്ചയായിട്ടും നടത്തേണ്ടതാണ്. ഡ്രൈവർമാർ നമ്മളെയൊക്കെ കാണാൻ വരുമ്പോൾ അവർക്ക് പലർക്കും കടുത്ത പ്രമേഹവും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുമുണ്ട്. ഇതെല്ലാം തന്നെ ഈ പറയുന്ന അവരുടെ പെട്ടെന്നുള്ള അവരുടെ പ്രവർത്തനത്തെയും അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് എഫിഷ്യൻസിയൊക്കെ ബാധിക്കുന്നതാണ്. അപ്പൊ എന്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡ്രൈവർമാരുടെയും ഒരു വാർഷിക വൈദ്യ പരിശോധന നടത്തുകയും അവരുടെ ആരോഗ്യക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത്, ഒരു ഹെൽത്ത് കാർഡ് കൊടുക്കുന്നത് പോലെയുള്ള ഒരു ആരോഗ്യക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമം നൽകുക എന്നുള്ളതും അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഉറക്കം വില്ലനായി മാറുന്നു എന്നതാണ് ഈ അപകടങ്ങളിൽ, ഇന്നത്തെ അപകടത്തിൽ ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ തോതിൽ റെസ്റ്റ് എടുക്കണം. രാവിലെ ഗതാഗത മന്ത്രി സംസാരിക്കുമ്പോഴും പറയുന്നത് അക്കാര്യത്തിൽ കൂടുതൽ അവബോധം ഉണ്ടാകേണ്ടതുണ്ട്. അത് എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും എന്തൊക്കെ പരിശോധനകൾ ഏർപ്പെടുത്തിയാലും പക്ഷേ വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അതിലൊന്നും ഗുണമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ശ്രീ സന്തോഷ് ബാബുലേക്ക് ഒരിക്കൽ കൂടി പോവാം. ശ്രീ സന്തോഷ് ബാബു, സാധാരണയായിട്ട് നിങ്ങളിപ്പോൾ കുറച്ചു മുന്നേ പറഞ്ഞു റെസ്റ്റ് ഇല്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. അപ്പം തങ്ങളെ പോലെയുള്ള ആളുകൾ രാവിലെയും അർദ്ധരാത്രിയിലും ഒക്കെ ഇങ്ങനെ വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസ്റ്റ് ഇല്ലാത്ത ഈ ഒരു ഓട്ടപ്പാച്ചിലിൽ നിങ്ങൾക്ക് ഏകാഗ്രത നഷ്ടപ്പെടാം, മറ്റ് അപകടങ്ങളിലേക്കൊക്കെ പോകാം. അപ്പം ഇതിനെ ഒരു പരിഹാര മാർഗമായിട്ട് താങ്കൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഞങ്ങൾ പറയുന്നത്, ഇപ്പൊ ഞാൻ തന്നെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെ പറയുന്നത്, ഒന്ന്, ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വന്ന് കോട്ടുവ വിട്ടാൽ പോലും ആ ഡ്രൈവറെ വഴിചാരിക്കൊണ്ട് യാത്രക്കാര് പരാതി കൊടുക്കുകയാണ്. ഗതാഗത മന്ത്രിക്കും മാനേജ്മെന്റിനും പരാതി കൊടുക്കുകയാണ്. പരാതി കൊടുക്കുമ്പോൾ ഒരു അന്വേഷണം പോലും നടത്താതെ ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കും. ഒന്ന് കോട്ടുവ വിട്ടാൽ പോലും, ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ബസ് നിർത്തി ഞങ്ങൾ ഇറങ്ങിയാൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസിന്റെ കുറവാണെന്ന് പറയും. ഞങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല എന്നുള്ളത്. അതിപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെയാണ്. പ്രൈവറ്റ് വാഹനങ്ങൾക്കൊക്കെ നിർത്താം, ലോറികൾക്ക് നിർത്താം, മറ്റു വാഹനങ്ങൾക്ക്, ടാക്സികൾക്ക് യാത്രക്കാർ അവരോട് പറഞ്ഞു നിർത്താം. പക്ഷെ KSRTC പോലുള്ള വാഹനത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഞങ്ങൾക്ക് റെസ്റ്റിംഗ് ഇല്ല. ഞങ്ങൾക്ക് വളരെ ദൂരം യാത്ര ചെയ്തിട്ടാണ് ഡിപ്പോകളിൽ എത്തുന്നത്. ഡിപ്പോകളിൽ എത്തിയാൽ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് എത്തിയാലേ ഞങ്ങളുടെ വണ്ടി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതെടുത്ത് അതിനെ ഒന്ന് ഓടാനുള്ള കണ്ടീഷനിലേക്ക് ആക്കി ഞങ്ങളുടെ കയ്യിലേക്ക് വരുതിയിലേക്ക് എത്തിച്ച് എന്നതിന് ശേഷമാണ് ഇത് റോഡിലേക്ക് ഇറക്കുന്നത്.
ഇത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി കഴിയുന്നത് വരെ, ഈ 500 കിലോമീറ്റർ എല്ലാം ഓടിക്കഴിയുന്നത് വരെ വളരെ കഠിനമായ ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അറിയാതെ പോലും, ഞാൻ പറഞ്ഞില്ല, ഒന്ന് കൂട്ടുവാ ഇട്ടാൽ പോലും പരാതിപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. എന്തു ചെയ്യാനാ ഞങ്ങൾ? ഭക്ഷണം, മറ്റ് റെസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് സമയത്തിന് പറ്റില്ല. ഞങ്ങളെല്ലാവരും രക്തസമ്മർദ്ദവും ഷുഗറും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആ മരുന്ന് സമയാസമയങ്ങളിൽ കഴിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഞങ്ങളെ അലട്ടുന്നുണ്ട്. ഞങ്ങൾ ആരോട് പറയാൻ, ആര് കേൾക്കാൻ എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അപകടത്തിന്റെ മൂല്യ കാരണം റെസ്റ്റില്ലായ്മയാണ്. പിന്നെ സമ്മർദ്ദങ്ങളുണ്ട്, കുടുംബപരമായ സമ്മർദ്ദങ്ങൾ, ജോലിപരമായ സമ്മർദ്ദങ്ങൾ, മേലുദ്യോഗസ്ഥന്മാരുള്ള സമ്മർദ്ദങ്ങൾ. ഇതെല്ലാം വളരെയേറെ താഴ്ന്ന ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ദാരുണമായ അപകടത്തിന്റെ വിശദാംശങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. 4 പേർക്കാണ്, ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പുലർച്ചെ 4 മണിയോടുകൂടി, 4 മണി കഴിയുന്ന സമയത്താണ് വലിയൊരു അപകടം ഉണ്ടായത്. ആ അപകടവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ആ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അല്പം വേഗതയിലായിരുന്നു വാഹനം. അത് ഉറക്കം കൊണ്ട് സംഭവിച്ചതായിരിക്കും എന്താണ് പ്രാഥമികമായി പരിശോധിക്കുമ്പോഴൊക്കെ ആളുകളുടെ പ്രതികരണം മനസ്സിലാക്കുന്നത്. ഈ അപകടങ്ങളും ദൃശ്യവും ഒക്കെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് ഡ്രൈവർ എന്ന നിലയിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ? ഈ പ്രാഥമിക അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത് കൊള്ളാം, അതിന്റെ സത്യാവസ്ഥ അറിയുന്നില്ല എന്നുള്ളത്. ചിലപ്പോൾ അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. ഈ സമയം അവര് ഇന്ന സമയത്ത് ഇത്ര സമയത്ത് അവിടെ എത്തിയാൽ മാത്രമേ അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യഗ്രതയിൽ അവർ ഓടിയതായിരിക്കാം. ഈ ഉറക്കം എന്ന് അവർക്ക് പ്രൈവറ്റ് വാഹനങ്ങളില്ലേ, എവിടെ വേണമെങ്കിലും നിർത്താം. ഏതെങ്കിലും പമ്പുകൾ ഉണ്ടാകും, റെസ്റ്റ് പ്ലേസുകൾ ഉണ്ടാകും, അവിടെ നിർത്താം. ഇത് മറ്റു ബസ്സുകളെ പോലെയല്ല. അവരിത് ഒരു എന്താ പറയാ, ഒരു മത്സര ബുദ്ധിയോട് കൂടിയത് ഇന്ന സമയത്ത് അവിടെ എത്തണം എന്നുള്ള ആ ഒരു മത്സര ബുദ്ധി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങുള്ള അപകടങ്ങൾ, ഉറക്കം വരുന്നതിന് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് എന്താ പ്രശ്നം? എവിടെ വേണമെങ്കിലും നിർത്തി ഉറങ്ങാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നമ്മൾ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ ഇതുപോലുള്ള സംവിധാനമാണ്. അവർ പറയുന്നത് ഉറക്കമാണ്, ഉറങ്ങിയിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പൊ വരുന്നത് വേറെയാണ്. അപ്പൊ അതുപോലെ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇവര് പ്രാഥമിക പരിശോധന നടത്തുന്ന മോട്ടോർ വാഹന വകുപ്പ് ഏത് വിധേനയാണ് അത് ഉറക്കത്തിലാവാം എന്നൊരു നിഗമനത്തിലെത്താം എന്നേ ഉള്ളൂ. അല്ലാതെ അത് പൂർണ്ണമായും ഉറങ്ങിയിട്ടാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുണ്ടോ എന്നറിയില്ല. എന്തായാലും 4 മരണം എന്നുണ്ടായത് വളരെയേറെ ദൗർഭാഗ്യകരമാണ്, ദുഃഖകരമാണ്. അവർക്ക് നമ്മളെ വ്യക്തിപരമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഉറക്കത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ റെസ്റ്റിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അവർക്കൊക്കെ നേരത്തെ അറിയാം. ഇത്ര യാത്ര ചെയ്യേണ്ടതാണ്, നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടതാണ്. ഉറക്കം ഒരു വില്ലനായി മാറുന്നുണ്ട് അപകടങ്ങളിൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാത്രമല്ല റോഡിന്റെ കണ്ടീഷൻ ഉൾപ്പെടെ പല കാരണങ്ങളുണ്ട് അപകടങ്ങൾക്ക്. എങ്കിലും രാത്രി യാത്രയിൽ പ്രത്യേകമായ ശ്രദ്ധ വേണമെന്നാണ് ഇന്നത്തെ അപകടമൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് അദ്ദേഹം വിശദീകരിച്ചത്. കൃത്യമായ സമയത്ത് റെസ്റ്റ് എടുത്ത ശേഷം മാത്രം വാഹനം ഓടിക്കുക, വളരെ പെട്ടെന്ന് എത്തിച്ചേരാമല്ലോ എന്ന് കരുതി അപകടങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ച കൊണ്ടുകൂടി ഉദ്ദേശിച്ചത്. കൃത്യമായ ഒരു ജീവന്റെ വിലയാണ് നമ്മളുടെ കയ്യിലുള്ളത്.